ജനസംഖ്യ വെറും 3,80,000 മാത്രം. എന്നാൽ ഇവിടെ ദിവസവും സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് ഏതാണ്ട് 1,50,000 ആളുകൾ. അതായത് ഈ നഗരത്തിൽ ജനസംഖ്യയുടെ പകുതിയും സൈക്കിൾ ചവിട്ടുന്നു. ഇതാണ് ഉക്രക്ട് നഗരം. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സൈക്കിൾ സൗഹൃദ നഗരമാണ് നെതർലൻഡ്സിലെ ഉക്രക്ട്. എങ്ങനെയാണ് ഈ ഡച്ച് നഗരം ഇത്രയ്ക്ക് സൈക്കിൾ പ്രിയമുള്ള നാടായി മാറിയത്? അതിന് പ്രധാന കാരണം ഇവിടുത്തെ സൈക്കിൾ പാതകളാണ്. നഗരമധ്യത്തിലുടനീളം കൂണുകളുടെ വേരുകൾ പടർന്നു കിടക്കുന്നത് പോലെ വലുതും വീതിയേറിയതുമായ ചുവന്ന ടൈലുകൾ പാകിയ തെരുവുകൾ പരസ്പരം ബന്ധിപ്പിച്ച് കിടക്കുന്നു. ഇവ 4 ചക്ര മോട്ടോർ വാഹനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് സൈക്കിളുകൾക്ക് വേണ്ടിയുള്ളതാണ്. സൈക്കിൾ യാത്രക്കാർക്കായി മാത്രം രൂപകൽപ്പന ചെയ്ത നിരവധി തെരുവുകൾ ഇവിടെയുണ്ട്. അത് വളരെ മികച്ചതാണ്. കാരണം അവിടെ എപ്പോഴും സൈക്കിളുകൾക്കാണ് മുൻഗണന. സ്വന്തം സൈക്കിളിന്റെ പൂട്ട് തുറക്കുന്നതിനിടയിൽ ഒരു വിദ്യാർത്ഥി സന്തോഷത്തോടെ പറയുന്നു. ഏതാനും മീറ്ററുകൾക്കപ്പുറം ഒരു ചിത്രകാരി തന്റെ കാമുകനെ കാർഗോ സൈക്കിളിലിരുത്തി യാത്ര ചെയ്യുകയാണ്. സൈക്കിൾ സ്വന്തമായില്ലാത്ത ഒരു ഡച്ചുകാരനെ പോലും തനിക്കറിയില്ലെന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നു. കണക്കുകൾ പ്രകാരം നെതർലൻഡ്സിൽ ആളുകളെക്കാൾ കൂടുതൽ സൈക്കിളുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ രാജ്യം സൈക്കിൾ യാത്രക്കാരുടെ ഒരു സ്വർഗമാണ്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട കോപ്പൻഹേഗനെ സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈക്കിൾ സൗഹൃദ നഗരമാണ് ഉക്രക്ട്. 4 ലക്ഷത്തിൽ താഴെ മാത്രം നിവാസികളുള്ള ഈ നഗരത്തിൽ പ്രതിദിനം 1.5 ലക്ഷത്തിലേറെ ആളുകൾ സൈക്കിൾ കയറുന്നു. സമീപ വർഷങ്ങളിൽ സൈക്കിൾ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താൻ വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. കൂടുതൽ സുരക്ഷിതമായ തെരുവുകൾ, കൂടുതൽ സൈക്കിൾ പാർക്കിംഗ് ഇടങ്ങൾ, അയൽപ്പക്കങ്ങളും നഗരമധ്യവും ചുറ്റുമുള്ള പ്രദേശങ്ങളും തമ്മിൽ മികച്ച കണക്ടിവിറ്റി എന്നിങ്ങനെ. ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കിൾ പാർക്കിംഗ് ഗാരേജ് സ്ഥിതി ചെയ്യുന്നത് ഉക്രക്റ്റിലാണ്. മെർവഡെ കനാലിന് സമീപം പൂർണ്ണമായും കാർ രഹിതമായ ഏകദേശം 12,000 താമസക്കാർക്കുള്ള ഒരു പുതിയ പാർപ്പിട സമുച്ചയം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നഗരസഭ പറയുന്നു. പല ട്രാഫിക് ലൈനുകളും വീതിയേറിയ സൈക്കിൾ പാതകളാക്കി മാറ്റി. കുഴികൾ ഒട്ടുമില്ലാത്ത ഈ റോഡുകളിലൂടെ ഓരോ സെക്കൻഡിലും സൈക്കിളുകൾ മുത്തുകൾ കോർത്തിണക്കിയതുപോലെ വരികളായി കടന്നു പോകുന്നു. നെതർലൻഡ്സിൽ ഫീറ്റ്സൈഡ്സ് ബോണ്ട് എന്നൊരു സംഘടനയുണ്ട്. ഇത് ജർമ്മനിയിലെ ജനറൽ ജർമ്മൻ സൈക്കിൾ ക്ലബിന്റെ സഹോദര സംഘടനയാണ്. അതിന്റെ പ്രസ് വക്താവായ യാബ് കമിംറ്റ ഉക്രക്ട് നഗരത്തിന്റെ ശ്രമങ്ങളെ വളരെയധികം പ്രശംസിക്കുന്നു. വളരെ ദീർഘകാലമായി ആളുകൾ ഇതിനായി പരിശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് ഈ സ്വർഗം നിലനിൽക്കുന്നത്. ഒരു നഗരത്തെ കൂടുതൽ സൈക്കിൾ സൗഹൃദമാക്കാൻ ചെറിയ കാര്യങ്ങൾ പോലും നിർണായകമാണെന്ന് കമിംറ്റ പറയുന്നു. ഉദാഹരണത്തിന് റോഡിന്റെ അരികിലെ നടപ്പാതയുടെ ഉയരം കൂടുന്തോറും സൈക്കിളിന്റെ പെടൽ അതിൽ തട്ടി കുടുങ്ങാൻ സാധ്യത കൂടുതലാണ്. കാർ ഗതാഗതം കുറയ്ക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഇനിയാണ് മറ്റൊരു രസകരമായ കാര്യം. ഒരു മോട്ടോർ വാഹന യാത്രക്കാരനും സൈക്കിൾ യാത്രക്കാരനും അല്ലെങ്കിൽ കാൽനട യാത്രക്കാരനും തമ്മിൽ അപകടമുണ്ടായാൽ അതിന്റെ കുറ്റം സ്വയം തെളിയിക്കേണ്ട ബാധ്യത മോട്ടോർ വാഹനം ഓടിക്കുന്നയാൾക്കാണ്. മറ്റേയാൾക്ക് ഗുരുതരമായി വീഴ്ച സംഭവിച്ചതായി തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപകടത്തിന്റെ നാശനഷ്ടങ്ങളുടെ കുറഞ്ഞത് 50% വാഹനം ഓടിച്ചയാൾ വഹിക്കേണ്ടി വരും. അതേസമയം ഇവിടെ ഭൂരിഭാഗം മോട്ടോർ വാഹന യാത്രക്കാരും സൈക്കിൾ യാത്രക്കാർ കൂടിയാണ് എന്നുള്ളതിനാൽ അവർ സൈക്കിൾ യാത്രക്കാരോട് കൂടുതൽ പരിഗണന കാണിക്കുകയും സുരക്ഷിതമായി വാഹനം ഓടിക്കുകയും ചെയ്യുന്നു. കാറുകൾ പൂർണ്ണമായി നിരോധിക്കുക എന്നത് ലക്ഷ്യമല്ല, റോഡ് ഗതാഗതം എല്ലാവർക്കും സുരക്ഷിതമാക്കുക എന്നതാണ് ഇവിടെ ലക്ഷ്യം. കാറുകൾ പൂർണ്ണമായി നിരോധിക്കുക എന്നത് ലക്ഷ്യമല്ല, റോഡ് ഗതാഗതം എല്ലാവർക്കും സുരക്ഷിതമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അതേസമയം യുവാക്കളിൽ പലരും നിയമവിരുദ്ധമായി മാറ്റങ്ങൾ വരുത്തിയ മോട്ടോറുകളുള്ള ഈ ബൈക്കുകളാണ് ഓടിക്കുന്നതേ പരാതിയുള്ളത്. ഈ കാര്യത്തിൽ സൈക്കിൾ സംസ്കാരത്തിന് പേരുകെട്ട നെതർലൻഡ്സിന് പോലും ഇനിയും മെച്ചപ്പെടാനുണ്ട്. സ്കൂളുകൾക്ക് ചുറ്റുമുള്ള 50 മുതൽ 100 മീറ്റർ വരെയുള്ള പ്രദേശം കാർ രഹിത മേഖലകളാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നുണ്ട്. 2025 കോപ്പൻഹേഗനെ സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈക്കിൾ സൗഹൃദ നഗരങ്ങളിൽ ആദ്യത്തെ 15 ഇവയാണ്: നെതർലൻഡ്സിലെ ഉക്രക്ട്, ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ, ബെൽജിയത്തിലെ ഗെന്റ്, നെതർലൻഡ്സിലെ ആംസ്റ്റർഡാം, ഫ്രാൻസിലെ പാരീസ്, ഫിൻലൻഡിലെ ഹെൽസിങ്കി, ജർമ്മനിയിലെ മ്യൂൺസ്റ്റർ, ബെൽജിയത്തിലെ ആന്റ്വെർപ്പ്, ഫ്രാൻസിലെ ബോർദോ, ഫ്രാൻസിലെ നോന്ത്, ജർമ്മനിയിലെ ബോൺ, നെതർലൻഡ്സിലെ ഹേഗ്, ഫ്രാൻസിലെ സ്ട്രോസ്ബുർഗ്, ഫ്രാൻസിലെ ലിയോൺ, കാനഡയിലെ മോൺട്രീൽ എന്നിങ്ങനെയാണ് അവ.